ഗണേശായ നമഃ. നമസ്കാരം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിൻ്റെ ഇന്നത്തെ രാശിഫല പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഗ്രഹങ്ങളുടെ ചലനങ്ങൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് അറിയാൻ നമുക്ക് ആകാംക്ഷയുണ്ടാകും. ഇന്നത്തെ ശുഭകരമായ പഞ്ചാംഗം പരിശോധിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. എന്നാൽ അതിനു മുമ്പ് നമ്മുടെ ഈ ആത്മീയ കുടുംബത്തിൻ്റെ ഭാഗമാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളോ ജയ് ശ്രീറാം എന്നോ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് ബുധനാഴ്ച 2026 ജൂലൈ 8. ഇന്ന് ജ്യേഷ്ഠമാസത്തിലെ കൃഷ്ണപക്ഷ അഷ്ടമി തിഥിയാണ്. അഷ്ടമി തിഥി ആത്മീയ ഉണർവിനും തടസ്സങ്ങൾ നീക്കുന്നതിനും വളരെ ഉത്തമമാണ്. രേവതി നക്ഷത്രമാണ്. ഇന്ന് ശാന്തതയും ആത്മീയമായ വളർച്ചയും നൽകുന്നു. ഉച്ചയ്ക്ക് 12:38 വരെ അതികണ്ഠ യോഗമുണ്ട്. ഇന്ന് സൂര്യോദയം രാവിലെ 5:47 സൂര്യാസ്തമയം വൈകുന്നേരം 7:17 ഉച്ചയ്ക്ക് 12:32 മുതൽ 2:13 വരെ. രാഹുകാലം ആയതിനാൽ ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ ഏറ്റവും ശുഭകര അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12:05 മുതൽ 12:59 വരെ ആയിരിക്കും. നമ്മുടെ ഈ താരസിതാര കുടുംബം വളരാനും കൂടുതൽ നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. സ്ക്രീനിൽ കാണുന്ന QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ഒരു ചെറിയ തുക സംഭാവന ചെയ്ത് ഞങ്ങളെ സഹായിക്കാം. ഒരു ചെറിയ സഹായം പോലും ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും മാത്രം മതി ഞങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഈശ്വരനാമത്തിൽ ഇന്നത്തെ രാശിഫലത്തിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട മേഡം രാശിക്കാരെ, താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ മീനം രാശിയിലെ ചന്ദ്രന്റെ സ്ഥാനം നിങ്ങളുടെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പഠിക്കാനുള്ള ഒരു നല്ല സമയമാണ്. ഇത് വീട്ടിലെ അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ഒരിക്കൽ പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നതിനാൽ സംസാരിക്കുന്നതിന് മുൻപ് ചിന്തിക്കേണ്ടത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ പെരുമാറ്റത്തിലെ മാറ്റം വീടിന്റെ അന്തരീക്ഷത്തെ പോസിറ്റീവായി സ്വാധീനിക്കും. ഈ സമയത്ത് ശാന്തമായിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ആരും പൂർണ്ണരല്ല എന്ന് ഓർമ്മിക്കുക. നിങ്ങൾ മറ്റുള്ളവർക്ക് സ്നേഹവും ദയയും നൽകിയാൽ നിങ്ങൾക്ക് തിരികെയും അത് തന്നെ ലഭിക്കും. വൈകുന്നേരം 7 മുതൽ രാത്രി 9 വരെയാണ് നിങ്ങളുടെ ഭാഗ്യസമയം. നെഗറ്റീവ് ഊർജത്തെ അകറ്റാൻ ഇന്ന് പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. പരിഹാരം: പ്രകൃതിയുമായി സമയം ചെലവഴിക്കുക. പ്രിയപ്പെട്ട ഇടവം രാശിക്കാരെ, നിങ്ങൾക്കൊരു സന്തോഷവാർത്തയുണ്ട്. നിങ്ങൾക്ക് ഉടൻ തന്നെ സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് മീനം രാശിയിലെ ചന്ദ്രന്റെ സാന്നിധ്യം നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ മികച്ച അവസരങ്ങൾ കൊണ്ടുവരികയും നിങ്ങളെ സന്തോഷവാനാക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട ഇടവം രാശിക്കാരെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ലെങ്കിലും നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കാൻ പോകുന്നു. അവർ നിങ്ങളെ സ്ഥാനക്കയറ്റത്തിനായി പരിഗണിക്കുകയായിരുന്നു. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച ഈ അംഗീകാരത്തിൽ അഭിമാനത്തോടെയും വിനയത്തോടെയും സന്തോഷിക്കുക. ഭാഗ്യത്തിനായി ഇന്ന് മരതക പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. ഉച്ചയ്ക്ക് 3 മുതൽ 4 വരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കുക. നിങ്ങളുടെ ജാതകത്തിൽ രാഹുവിൻ്റെ ശക്തമായ സാന്നിധ്യം മാനസിക സന്തുലിതാവസ്ഥയെ ബാധിച്ചേക്കാം. സമാധാനവും സ്നേഹവും വീണ്ടെടുക്കാൻ ഒരു രത്നമോ അല്ലെങ്കിൽ വിശുദ്ധ വസ്തുവോ കൈവശം വയ്ക്കുക. പരിഹാരം: ഇന്ന് അല്പനേരം വിശ്രമിക്കുക. പ്രിയ മിഥുനം രാശിക്കാരെ, മീനം രാശിയിലെ ചന്ദ്രന്റെ സാന്നിധ്യം നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ നൽകാൻ പോകുന്നു. ഇന്ന് നിങ്ങൾ ഒരു വസ്തുവോ പുതിയ കാറോ അല്ലെങ്കിൽ സ്വന്തമായി ഒരു വീടോ വാങ്ങുന്നതിനായി നിക്ഷേപം നടത്തിയേക്കാം. നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി ലഭിച്ച ഈ ശുഭസമയം പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ശരിയായ ദിശയിലാണ് നീങ്ങുന്നത്. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ജീവിതത്തിലെ ഈ സമാധാനപരമായ സമയം ആസ്വദിക്കുകയും വരാനിരിക്കുന്ന നല്ല കാലത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യുക. ഇന്ന് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ പേൾ ഗ്രേ അഥവാ മുത്തോലെ പോലുള്ള ചാരനിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. ഇന്ന് ഉച്ചയ്ക്ക് 2:15 മുതൽ
3 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ ശുഭകരമാണ്. അതിനാൽ നിങ്ങളുടെ ജോലികൾ അതിനനുസരിച്ച് ആസൂത്രണം ചെയ്യുക. വർഷം മുഴുവനും വ്യാഴം ഗ്രഹത്തിന്റെ സ്വാധീനമുള്ളതിനാൽ പുതിയ സമ്പത്ത് ആകർഷിക്കാൻ നിങ്ങളുടെ കൈവശം ഒരു ശുഭചിഹ്നം അല്ലെങ്കിൽ വസ്തു സൂക്ഷിക്കുക. പരിഹാരം: മാനസിക വ്യക്തതയ്ക്കായി ധ്യാനിക്കുക. പ്രിയപ്പെട്ട കർക്കടകം രാശിക്കാരെ, നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന തടസ്സങ്ങൾ കാരണം നിങ്ങൾ എന്തോ തെറ്റ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് അമിതമായി ആശങ്കപ്പെടേണ്ടതില്ല. സമയം എല്ലാം ശരിയാക്കിക്കൊള്ളും. പകരം നിങ്ങളുടെ പങ്കാളിയോട് നിങ്ങൾ എത്രത്തോളം സത്യസന്ധനാണ് എന്ന് സ്വയം പരിശോധിക്കുക. നിങ്ങൾ ക്ഷമ പാലിക്കേണ്ടതുണ്ട്. കൂടാതെ അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കണം. കാരണം അവ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാൻ കാരണമാകും. സിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികൾ നിങ്ങൾക്ക് വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ നിർദ്ദേശിക്കുന്നു. കാരണം ഇത് നിങ്ങളുടെ കണ്ണുകൾക്കും മനസ്സിനും കുളിർമ നൽകും. ഇന്ന് രാവിലെ 11:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ സമയം നിങ്ങൾക്ക് വളരെ ഭാഗ്യകരമാണ്. അതിനാൽ ഈ സമയത്ത് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഈ വർഷം വ്യാഴം നിങ്ങളുടെ ആത്മവികാസത്തെ സ്വാധീനിക്കുന്നതിനാൽ മനസ്സിൻ്റെ ശാന്തതയ്ക്കും ഉൾക്കാഴ്ചയ്ക്കും വേണ്ടി ഒരു രത്നമോ അല്ലെങ്കിൽ വിശുദ്ധ വസ്തുവോ കൈവശം വയ്ക്കുന്നത് ഗുണകരമായിരിക്കും. പഴയ സുഹൃത്തുക്കളെ കണ്ട് സംസാരിക്കുക. പ്രിയ ചിങ്ങം രാശിക്കാരെ, മീനം രാശിയിൽ ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇത് നിങ്ങളെ ആത്മപരിശോധന നടത്താൻ പ്രേരിപ്പിക്കുന്നു. നിങ്ങൾ എങ്ങനെയാണ് വിജയത്തിൻ്റെ ഇത്രയും ഉയർന്ന പടവുകളിൽ എത്തിയതെന്ന് വിശകലനം ചെയ്യാൻ ഇന്ന് സമയം കണ്ടെത്തുക. മുന്നിലുള്ള പാതയിലെ നിഗൂഢതകൾ നിങ്ങളെ ചിന്തിപ്പിക്കും. സിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികൾ പറയുന്നത് മാനസികമായ ഈ ചിന്തകൾ ദീർഘകാലാടിസ്ഥാനത്തിൽ വളരെ സഹായകരമാണ്. കാരണം ഇത് നിങ്ങളെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും വിനയാന്വിതനാകാനും സഹായിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം വയലറ്റാണ്. മികച്ച ഫലങ്ങൾ ലഭിക്കുന്നതിനായി ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് മുൻപായി പ്രധാനപ്പെട്ട ജോലികൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ഈ വർഷം രാഹുവിൻ്റെ സ്വാധീനം ശക്തമായതിനാൽ അതിനെ പ്രതിരോധിക്കാൻ ഒരു പവിത്രമായ വസ്തുവോ യന്ത്രമോ കൂടെ കരുതുക. പരിഹാരം: ഇന്നൊരു നല്ല പുസ്തകം വായിക്കുക. കന്നി രാശിക്കാരെ, ഗൗരവമേറിയ ജോലികളിൽ നിന്ന് അല്പനേരം വിട്ടുനിന്ന് മനസ്സ് ശാന്തമാക്കാൻ ഇന്നത്തെ ദിവസം നിങ്ങളെ ഉപദേശിക്കുന്നു. പ്രിയപ്പെട്ട കന്നി രാശിക്കാരെ, ചന്ദ്രൻ മീനം രാശിയിലേക്ക് മാറുന്നത് നിങ്ങൾക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. പ്രണയത്തിനും സന്തോഷത്തിനും ഇത് വളരെ മികച്ച സമയമാണ്. നിങ്ങൾ സ്വതവേ സന്തോഷവാനും ഉന്മേഷവാനുമായ വ്യക്തിയായതുകൊണ്ട് ഈ മാറ്റം നിങ്ങൾ തീർച്ചയായും ആസ്വദിക്കും. സിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം നിങ്ങൾ സർഗാത്മകമായ കഴിവുകളുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റിയ ഒരാളെ ഇന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല ഫലങ്ങൾ നൽകും. ഇന്ന് വയലറ്റ് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ശനി ഗ്രഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കാൻ ക്ഷമയും അച്ചടക്കവും വളർത്തുക. പരിഹാരം: പുതിയൊരു ഹോബി അല്ലെങ്കിൽ വിനോദം പരീക്ഷിച്ചു നോക്കുക. പ്രിയ തുലാം രാശിക്കാരെ, ഇന്ന് ആത്മപരിശോധനയ്ക്ക് പ്രാധാന്യം നൽകുക. ചന്ദ്രൻ മീനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ നിങ്ങളുടെ ആത്മീയ ചായ്വ് ഇന്ന് വർദ്ധിക്കും. നിങ്ങളിൽ പലർക്കും സ്വന്തം ഉള്ളിലേക്ക് നോക്കാനും ആത്മീയമായ അർത്ഥങ്ങൾ കണ്ടെത്താനും ശക്തമായ പ്രേരണ തോന്നും. ഇത് നിങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും. സിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ ഇന്ന് ശ്രമിക്കുക. ഇന്ന് വെള്ള നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് പോസിറ്റീവ് എനർജി ആകർഷിക്കാൻ സഹായിക്കും. വൈകുന്നേരം 5 മണി മുതൽ 6:30 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ ഭാഗ്യകരമാണ്. നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെ സ്വാധീനം കൂടുതലായതിനാൽ അത് സന്തുലിതമാക്കാൻ ഒരു പ്രത്യേക രത്നം ധരിക്കുന്നത് നല്ലതാണ്. പതിവായി വ്യായാമം ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. വൃശ്ചിക രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ മീനം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങൾ ഒരു കുടുംബ ചടങ്ങിൽ പൂർണ്ണമായും മുഴുകിയിരിക്കും. ആ ചടങ്ങിന്റെ ആസൂത്രണം മുതൽ ആഘോഷം വരെ നിങ്ങൾ വളരെയധികം ആസ്വദിക്കും. സിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രവചിക്കുന്നത് പോലെ ഈ അനുഭവം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വലിയ മാനസിക സമാധാനവും സന്തോഷവും നൽകും.
ഇത് നിങ്ങളെല്ലാവരും തമ്മിലുള്ള സ്നേഹബന്ധം കൂടുതൽ ദൃഢമാക്കും. ആഘോഷങ്ങളുടെ തിരക്കിൽ നിങ്ങൾ പല മണിക്കൂറുകൾ ചെലവഴിക്കും. അതിനാൽ അമിതമായി ക്ഷീണിക്കാതെ ശ്രദ്ധിക്കുക. ഭാഗ്യം വർദ്ധിപ്പിക്കാൻ ഇന്ന് കടും ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. ഇന്ന് രാവിലെ 9 മണി മുതൽ 10:30 മണി വരെയുള്ള സമയമാണ് നിങ്ങൾക്ക് ഏറ്റവും ഉചിതം. ശനിദേവൻ നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന മേഖലകളെ പരീക്ഷിക്കുന്നതിനാൽ വ്യക്തത ലഭിക്കാൻ ഒരു രത്നം ധരിക്കുകയോ കൂടെ കരുതുകയോ ചെയ്യുക. പരിഹാരം: മനസ്സിന് കുളിർമയേകുന്ന സംഗീതം കേൾക്കുക. പ്രിയപ്പെട്ട ധനുരാശിക്കാരെ, മീനം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സംക്രമണം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പലർക്കും പ്രചോദനമായി മാറും. നിങ്ങളുടെ പ്രകടനത്തിന് വലിയ അംഗീകാരവും പ്രശംസയും ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ അറിവും സമർപ്പണവും ഇന്ന് ഉന്നതിയിലായിരിക്കും. എങ്കിലും നിങ്ങളുടെ അഹങ്കാരത്തെ നിയന്ത്രിക്കാനും ആവശ്യമുള്ളവരെ സഹായിക്കാനും ശ്രദ്ധിക്കണം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം നിങ്ങളുടെ കഴിവും പ്രയത്നവും നിങ്ങളുടെ സ്ഥാപനത്തെ വലിയ ഉയരങ്ങളിലെത്തിക്കാൻ സഹായിക്കും. കൂടുതൽ പോസിറ്റീവ് ഊർജം ലഭിക്കാൻ ഇന്ന് ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. കൂടാതെ നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉച്ചയ്ക്ക് 1 മണി മുതൽ 2:15 വരെ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. കാരണം ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയം ഇതാണ്. ഈ വർഷം വ്യാഴം നിങ്ങളുടെ ഭാഗ്യത്തെ ഉയർത്തുന്നതിനാൽ മുന്നോട്ട് കുതിക്കാൻ തയ്യാറെടുക്കുക. പരിഹാരം: ദിവസവും നന്ദി പ്രകടിപ്പിക്കാൻ ശീലിക്കുക. മകരം രാശിക്കാരെ, ചന്ദ്രൻ മീനം രാശിയിലേക്ക് മാറുന്നത് ഇന്ന് നിങ്ങളുടെ മനസ്സിൽ സമ്മിശ്ര വികാരങ്ങൾ ഉണ്ടാക്കിയേക്കാം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നൽകുന്ന ഇന്നത്തെ രാശിഫലം അനുസരിച്ച് നിങ്ങളുടെ മാനസികാവസ്ഥയിലുള്ള മാറ്റങ്ങൾ ഒഴിവാക്കി ദിവസം മുഴുവൻ സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക. പ്രിയപ്പെട്ട മകരം രാശിക്കാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യുക. ഒരു പുസ്തകം വായിക്കുക, പാട്ടുപാടുക, സംഗീതത്തിനൊപ്പം നൃത്തം ചെയ്യുക, അല്ലെങ്കിൽ പഴയ സുഹൃത്തുക്കളുമായി സംസാരിക്കുക. ഇത് എല്ലാ നെഗറ്റീവ് ചിന്തകളെയും അകറ്റാൻ സഹായിക്കും. ജീവിതത്തിൽ സമാധാനവും ശാന്തതയും കൊണ്ടുവരാൻ ഇന്ന് ഫിറോസ് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. ഭാവിയിൽ കൂടുതൽ നേട്ടങ്ങൾക്കായി ഉച്ചയ്ക്ക് 3 മണിക്കും 4 മണിക്കും ഇടയിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന ഊർജങ്ങളെ രാഹു സ്വാധീനിക്കുന്നതിനാൽ മനസ്സിനെ ഏകാഗ്രമാക്കാൻ ഒരു വിശുദ്ധ ചിഹ്നമോ മന്ത്രമോ കൂടെ കരുതുന്നത് നല്ലതാണ്. പരിഹാരം: സമ്മർദ്ദമുണ്ടാക്കുന്ന സംഭാഷണങ്ങൾ ഇന്ന് ഒഴിവാക്കുക. പ്രിയപ്പെട്ട കുംഭം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ മീനം രാശിയിലാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ച ചില അനുകൂല വാർത്തകൾ പൂർണ്ണമായും ശരിയല്ലെന്ന് കാണുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ച വിവരങ്ങൾ ലഭിക്കാത്തതിനാൽ ഇന്ന് നിങ്ങൾക്ക് അല്പം നിരാശ തോന്നിയേക്കാം. എന്നാൽ താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഈ സമയം സ്വയം വിശകലനം നടത്താൻ വളരെ അനുയോജ്യമാണ്. നിങ്ങൾക്കായി കുറച്ചു സമയം ശാന്തമായി ചെലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം കൂടുതൽ വ്യക്തത ലഭിക്കുകയും ഉന്മേഷം അനുഭവപ്പെടുകയും ചെയ്യും. ജീവിതം എന്നത് ഇതുവരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളുടെയും ഒരു സമാഹാരമാണ്. നിങ്ങളുടെ ജാതകത്തിൽ ശനിഗ്രഹം ഊർജത്തെ നിയന്ത്രിക്കുന്നതിനാൽ കാര്യങ്ങളിൽ സ്ഥിരത നിലനിർത്താൻ നിങ്ങളുടെ ചുറ്റുപാടിൽ ഒരു വിശുദ്ധ വസ്തുവോ യന്ത്രമോ സൂക്ഷിക്കുക. ഇന്നത്തെ പരിഹാരം: കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. ഇത് നിങ്ങൾക്ക് വലിയ ആശ്വാസം. പ്രിയപ്പെട്ട മീനം രാശിക്കാരെ, ചന്ദ്രൻ നിങ്ങളുടെ സ്വന്തം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഇത് നിങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. പ്രത്യേകിച്ചും ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതി ആവശ്യമായതും വളരെ നാളുകളായി മുടങ്ങിക്കിടക്കുന്നതുമായ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ഇന്ന് നിങ്ങളുടെ സർഗാത്മകത ഉണരുകയും മികച്ച ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തെളിയുകയും ചെയ്യും. നിങ്ങളുടെ മുഴുവൻ ഊർജവും ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ രേഖകൾ അംഗീകരിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുക. ഇന്ന് ഉച്ചയ്ക്ക് 3:20 മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ ശുഭകരമാണ്. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഇന്ന് നിങ്ങൾക്ക് മെറൂൺ നിറം ഭാഗ്യം നൽകും. ഈ വർഷം ശനിഗ്രഹത്തിൻ്റെ ശക്തമായ സ്വാധീനമുള്ളതിനാൽ ജീവിതത്തിൽ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഒരു രത്നം ധരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിസരത്ത് ഒരു ശുഭകരമായ വസ്തു സൂക്ഷിക്കുകയോ ചെയ്യുക. പരിഹാരം: ഇന്ന് വീട്ടിൽ തന്നെ പോഷകസമൃദ്ധമായ ഭക്ഷണം പാകം ചെയ്യുക.